ഗീതുവിന്റെ ഫോൺ വരുന്നില്ലെന്നും പറഞ്ഞ് അളിയൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനാ? അവര് ഹണിമൂൺ പോയിരിക്കല്ലേ, അതിനിടെ എപ്പോഴെപ്പോഴും വിളിക്കാൻ പറ്റുമോ? ഇല്ലേ സൗദാമിനി? എന്നാലും എനിക്ക് ഭയമാടോ. അറിയില്ലേ അവളുടെ സ്വഭാവം. ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഇനി അവിടെ സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം? ഒന്നുകിൽ ചേച്ചി അളിയനുമായി ലയിച്ചു ചേർന്ന് കാണും, അല്ലെങ്കിൽ രണ്ടും രണ്ട് പാത്രമായി കാണും. മനു, നീ വെറുതെ കരുനാക്കെടുത്ത് വിളിക്കണ്ട കേട്ടോ. ഒരു സാഹചര്യത്തിലും മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരനായ എന്നെ കണ്ട് പഠിക്കേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആകെ കിട്ടിയ വോട്ട് 34. ഇല്ലേ സൗദാമിനി? 33. ഒന്ന് ഞാൻ കൂട്ടി പറഞ്ഞതാ. എനിക്കില്ലേ ചില മോഹങ്ങള്. അളിയൻ സമാധാനമായിരിക്കും. ഗീതുമോൾ സ്മാർട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഏട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടാ ഗീതു നീ തന്റെ ഒക്കെ. അതെ, എനിക്ക് പെൺമക്കളില്ല. അതുകൊണ്ട് ഗീതുമോൾ എനിക്ക് അനന്തരവളല്ല, സ്വന്തം മോള് തന്നെയാ. മോളായിരിക്കും. നീ എടുക്ക്. നിങ്ങൾ എടുക്ക്. ഹലോ മോളാ, എന്താ മോളെ ഒന്ന് വിളിക്കാത്തത്? നിന്റെ ശബ്ദം കേൾക്കാൻ വൈകിയ ഡാഡി അപ്സെറ്റ് ആവുമെന്ന് അറിയില്ലേ? എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിൽ നിന്ന് തന്നെയാണേ. ഇത്ര പെട്ടെന്ന് ഇങ്ങി പോന്നോ? 2 ആഴ്ചത്തെ ടൂറല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? 4 ദിവസം കഴിഞ്ഞപ്പോ ജേണി ബ്രേക്ക് ചെയ്തു. കൊടൈക്കനാലിലെ തണുപ്പടിച്ചപ്പം സഞ്ജുവിന്റെ സഹോദരിമാർക്ക് കോൾഡ്. അപ്പോ എല്ലാരും ഉണ്ടായിരുന്നോ? അതെ, ഒരു ഗ്രൂപ്പ് ഹണിമൂൺ ആയിരുന്നു. സഞ്ജുനും അല്ലാത്ത സിസ്റ്റേഴ്സ് ക്രേസാ. അവരുടെ മുന്നില് വൈഫ് വെറും 0. എന്റെ കാര്യം പോക്കാന്നാ തോന്നണേ. അങ്ങനൊന്നും പറയാതെ അതൊക്കെ മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. സഞ്ജുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല കുട്ടിയായിട്ട് കഴിയണം കേട്ടോ. ഓക്കേ. സിസ്റ്റേഴ്സിനെയും കൂട്ടി പോയ എന്റെ ചെറിയൊരു പരിഭവം ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു അവിവാഹിതനാണെങ്കിലും മറ്റുള്ളവരുടെ ഹണിമൂൺ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണോ. താൻ പറഞ്ഞോ, അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് അങ്ങനെ ഓസിന് സാർ എല്ലാം കേട്ട് സൂഹിക്കണ്ട. കാശ് മുടക്കി ഒരു പെണ്ണ് കെട്ടണം സാർ. വേണ്ടടോ, ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഒരു പുരുഷൻ ലൈഫിൽ 3 റിങ്ങാ ധരിക്കുന്നതെന്ന്. വിവാഹ നിശ്ചയ ദിവസം എൻഗേജ്മെന്റ് റിംഗ്, വിവാഹ ദിവസം വെഡിങ് റിംഗ്, വിവാഹം കഴിഞ്ഞാൽ സഫർ റിംഗ്, അതായത് സഫറിംഗ്, കഷ്ടപ്പാട്. എനിക്കിനി വയസ്സുകാലത്ത് സഫർ ചെയ്യാനൊന്നും പയ്യടൂ. മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ട്, ഉത്തമതരനായി വാഴണം പുമാനെങ്കിൽ വിത്തവും കൊതിച്ചിടാ സ്ത്രീധന സമ്പർക്കവും എന്ന്. ഉള്ളൂർ അങ്ങനെ പാടിയിട്ടുണ്ടോ സാർ? അതിന് താൻ ഉള്ളൂരിന്റെ എല്ലാ കാവ്യങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ വായിക്കാത്തതിനുള്ളതാ. ശരി സാർ. മിസ്റ്റർ സഞ്ജീവൻ, ആ ചൈതന്യ നഗറിലെ ഇഷ്യൂ വീണ്ടും പോകുന്നുണ്ട്. അതൊരിക്കൽ സോൾവ് ചെയ്താണല്ലോ സാർ. ആണ്, പക്ഷെ എന്തോ ദുരൂഹതകള്. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ചിലപ്പോ താൻ തന്നെ ആ കേസ് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ സർ. സാർ, മാഡം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. സുപ്രിയ ടിവിക്കാരെത്തി ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താണോ ടിവിക്കാരൊക്കെ? താൻ അഭിനയം തുടങ്ങിയോ? അല്ല സാർ, ഇത് മനം പോലെ മംഗല്യം പരിപാടി. എന്തോ മാതൃകാ ദമ്പതികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോഗ്രാം. അതിന് നിങ്ങൾ മാതൃകാ ദമ്പതികളാണോ എന്ന് തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അതൊക്കെ ടിവിക്കാര് തീരുമാനിച്ചോളും സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. 1/2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. യു ആർ ലേറ്റ്. സോറി അങ്കിൾ, ഓഫീസിൽ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇന്നത്തെ കപ്പിൾസിൽ നിങ്ങളാ യങ്ങസ്റ്റും ലേറ്റസ്റ്റും ഒക്കെ. സഞ്ജീവന പ്രോമിനന്റ് ഫിഗർ, സ്മാർട്ട് ആയിരിക്കണം. ഹായ് സഞ്ജു. ഹലോ. ഇതാരിത്? ഐശ്വര്യ റോയ്ക്ക് സുസ്മിതാ സെല്ലുണ്ടായ മോളോ? അതെ, ഡ്രസ് കലക്കി. താങ്ക് യു. എന്നാ പെട്ടെന്ന് IPS പോയി ഒരു ഷാരൂഖ് ഖാനോ അമിതാഭ് ബച്ചനോ ആയാലും. സമയം വൈകുന്നു. ഓക്കേ. ചായ. ഷൂട്ടിങ്ങിന് പോകാനുള്ള ഡ്രസ്സാ, മതിയോ നോക്ക്? ധാരാളം മതി. ഏട്ടനും എടുത്തി അഭിനയിക്കുന്ന സിനിമ എന്നാ ടിവിയിൽ വരുന്നേ? സിനിമയല്ല കുട്ടാ, ഫാമിലി ഷോ. അവരെപ്പോഴെങ്കിലും കാണിക്കും. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചേക്കണം കേട്ടോ. ഷൂട്ടിംഗ് കാണാൻ കുട്ടന്മാരെയും കൂട്ടല്ലേ, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? സഞ്ജു, വാട്ട് നോൺസെൻസ്. സോറി. കല്യാണം കഴിഞ്ഞ അല്പ പ്രൈവസി ഒക്കെ വേണം. ഹണിമൂണ് പോയപ്പോഴും കുട്ടന്മാരെ കൂട്ടണം. അന്ന് ഊട്ടി, മദ്രാസ്, കാശ്മീർ എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം. അവസാനം എല്ലാം സ്പോയിലായില്ലേ. ഒരു സിസ്റ്റേഴ്സ് ക്രേസ്. ഇനി അത്രയ്ക്കൊന്നും വേണ്ട. ഞങ്ങള് വരുന്നില്ല, ഏട്ടനും ഏട്ടനെയും പോയാ മതി. കുട്ടന്മാരെ, ഇപ്പൊ തന്നെ സഹോദരിമാരോട് ഏട്ടൻ ഒത്തിരി സ്നേഹവും ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒരുപാട് പൊളൈറ്റ് ആയിട്ട് ഞങ്ങൾ വരുന്നില്ല, ഏട്ടനും ഏട്ടത്തിയും പോയാ മതി എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് കൂട്ടണ്ട. ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഏട്ടത്തി. എല്ലായിടത്തും ഞങ്ങളെയും കൊണ്ട് പോണോന്ന് ഏട്ടൻ വാശി പിടിക്കുന്നത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഞങ്ങൾ ഏട്ടത്തിയുടെ പക്ഷത്താ. ഏട്ടത്തി പറയുന്നത് ശരി. ഈ പറഞ്ഞത് സിൻസിയർ ആയിട്ടാണെങ്കിൽ കുട്ടന്മാര് പോയിരുന്ന് പഠിച്ചോ.
പാവം. DGP യുടെ മോൾക്ക് ശകുനിയുടെ ബുദ്ധിയാണല്ലോ. ശകുനി മീൻസ് മണ്ണാങ്കട്ട, മനസ്സിലായോ? എന്താ അവിടെ ഒച്ച? ഒന്നുമില്ല ആന്റി, അവിടെ ക്യാമറയ്ക്ക് മുമ്പേ പറയേണ്ട ഡയലോഗ് ഞങ്ങളൊന്ന് റിഹേഴ്സൽ ചെയ്യായിരുന്നു. അടിഞ്ഞൊരുങ്ങിൽ കഴിഞ്ഞാൽ പുറപ്പെടാം. കമ്മീഷണർ എത്തി. സർ, കുറെ ചെറുപ്പക്കാർ 1-2 സ്ത്രീകളും വീഡിയോ ക്യാമറയൊക്കെ 2 ദിവസം മുമ്പ് ഹൗസ് നമ്പർ 25 ക്യാമ്പടിച്ചതാ. ഇപ്പൊ കോളനിക്കാർ അവരെ അകത്തോട്ട് പൂട്ടി കാവലിരിക്കുക. അവര് പോലീസിനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല സർ. ജനങ്ങളെ ഒതുക്കി അവരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ചെറിയ തോതിൽ ചാർജ് വേണ്ടി വരും. അതിന് സാറിന്റെ ഓർഡർ കിട്ടിയിട്ട് നോക്കാം. കമോൺ. വേണ്ട, ഇനി പോലീസിന് സഹായം വേണ്ട. കമ്മീഷണറുടെ മൂക്കിന് താഴെ ഈ ചെറ്റത്രൻ മടക്കാൻ തുടങ്ങിയിട്ട് മാസം 1-2 ആയല്ലോ. ഇപ്പോഴാണ് എഴുതുള്ളത്. ഞങ്ങളും 5 ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരാ. പോലീസിന്റെ ഒത്തുകളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓവർ സ്മാർട്ട് ആവുന്നടാ പുല്ലേ. ചവിട്ടി നിന്റെ എല്ലി ഞാൻ ഓടിച്ചു കളയും. കമ്മീഷണറിന്റെ ജോലിക്കാരാണോടാ റാസ്കൽ. ഇദ്ദേഹം പറയുന്നത് പോലെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി പ്രഹസന നാടകം കളിക്കാൻ വന്നൊന്നുമല്ല ഞാൻ. എനിക്ക് നിങ്ങളുടെ വികാരങ്ങൾ അറിയാം. നിങ്ങളുടെ ധാർമ്മിക രോഷത്തെക്കുറിച്ച് ഞാൻ ബോധവാനുമാണ്. ഒരു സാധാരണ പൗരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുക, നിയമം നടത്താൻ അനുവദിക്കണം. പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ നിങ്ങൾ സഹകരിക്കണം. കമ്മീഷണർ എന്ന നിലയ്ക്ക് ഒരു കാര്യം ഉറപ്പുവരുന്നു, നഗരത്തിൽ ഇനി ഇങ്ങനെ ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റി അരങ്ങേറില്ല. ഈ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലീസ് അലോ മീ ടു ക്യാരി ഔട്ട് മൈ ഡ്യൂട്ടി. പ്ലീസ് സർ. കം ഓൺ. അകത്തോട്ട് വന്നോട്ടെ സാർ. യെസ്, കം ഇൻ. നമസ്കാരം. ഞാൻ കുരുക്കളാണേ. ഇരിക്കൂ. ഞാനിവിടെ നിന്നോളാം. ഓ ശരി. അല്ല, സാറിന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ, ഈ പേന വെച്ചാണോ കമ്മീഷൻ അദ്ദേഹം എഴുതുന്നത്? ഇത് ലോക്കൽ അല്ലേ സാർ? ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യൻ. ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ത്യൻ മണി 25,000 രൂപ വിലയാ. ബോഫേഴ്സ്. ഷിഫേഴ്സ്. ഇന്ത്യയിൽ അങ്ങനെയും പറയും. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എഴുതി തുടങ്ങിയാൽ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല. ചെറുന്നൊരു പോക്ക. ഇത് വെച്ചൊരു കഥേനെ കവിതേനെ എഴുതിയാലുണ്ടല്ലോ കലക്കും. അത് സാറിനിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പേന കൊള്ളാം, പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല. ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം. അത് പറയാം. അതെ, ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതെന്റെ 2ാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ. കൈകൊണ്ടുണ്ടാക്കിയതാ, ഹാൻഡിക്യാപ്ഡ്. ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ടു വന്നത്. പെട്ടി കൊള്ളാം. എന്താ ഇതിനത്ര ഭാരം? അതും പറയാൻ മറന്നുപോയി. അതിനകത്തൊരു സാധനമുണ്ട്. അത് ഇന്ത്യനാ. സാറിന് എന്നും ഇന്ത്യനാണല്ലോ പ്രിയം. എന്താ? ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്തത്ര പണം. ഇന്ത്യൻ രൂപ. സാറ് ഈ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നട്ടെ. ഏത് മോൻ? എന്തോന്ന് കോളനിയ? ചൈതന്യ. അവിടുന്ന് സാറ് 3-4 പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അതിൽ റാംബോ എന്റെ മോനാ. ഓഹോ, അവൻ നിങ്ങളുടെ മോനാണോ? അതെ. റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ. ഓ, ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. പാവം, നല്ല മനുഷ്യൻ. സർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. സൽപ്പേരെ. എന്താ സർ? ആ പെട്ടി താൻ മേടിച്ചേക്കരുത്. നോ സർ. നമസ്കാരം സർ. ഒന്ന് വരണം. അല്ല, അതൊക്കെ പിന്നെ പറയാം. സാറ് വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ? ശരി, വാ. ഞാൻ കുരുക്കൾ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ കുരുക്കൽ, തച്ചോളി ഉദയനുമായിട്ട് അംഗം വെട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുരുക്കൾ. വണ്ടിയിലോട്ട് കേറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്. കേറിയാട്ടെ. ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല, അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ, വണ്ടി എടുത്താട്ടെ. വണ്ടി റാസ്കൽ. നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഒരു മൗനം? സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? എന്തുണ്ടെങ്കിലും തുറന്നു പറ മോളെ. കമ്മീഷൻ നിലക്ക് നിർത്താൻ വാക്കേറ്റോ കയ്യേറ്റോ എന്തിനു മക്കൾ തയ്യാറാണ്. സഞ്ജീവൻ IPS ജീവനോടുണ്ടോ ചേച്ചി? മനു, ഡോണ്ട് പ്ലേ ദ ഫൂൾ.
ഇപ്പൊ തന്നെ മമ്മിയും ഡാഡിയും ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവൻ ഒപ്പം വന്നില്ലല്ലോ. അവിടെ ട്യൂഷൻ, കുട്ടന്മാർക്ക് പരീക്ഷ. കുട്ടന്മാരോ? അവന്മാരാരാ? അവന്മാരല്ല, അവളുമാര്, സഹോദരിമാര്. ചെല്ലക്കുട്ട, മക്കളെ, മോനെ എന്തൊക്കെയാ വിളിക്കുന്നത്? എനിക്ക് ഒരു പെറ്റിനെയും പോലും ഇല്ല. അപ്പൊ എന്റെ മോക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലെന്നോ? അതെ അങ്കിൾ. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണെന്ന് നോക്കണ്ട. ഞാൻ CM-നെ വിളിച്ച് പറയാൻ മോളെ. അല്ലെങ്കിൽ വേണ്ട, സഞ്ജീവനെ ഞാൻ നേരിട്ട് തന്നെ കണ്ടു കൊടുക്കാം. പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആഹാ, അളിയനെന്ത് പറയുന്നു? കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ കൊന്നുകളയണോ എന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്കായിരിക്കണം ഒന്നാം സ്ഥാനം, അല്ലേ സൗദാമിനി? ഒന്നും ഉണ്ടായിരിക്കണോ? സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ. അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അതവന്റെ മനസ്സിന്റെ നന്മയാ. എന്താ തർക്കമുണ്ടോ അതെനിക്ക്? മോളെ, സഞ്ജീവൻ ഈസ് വെരി ഡിവോട്ടഡ് ആൻഡ് സിൻസിയർ ടു യു. പിന്നെ ഭാര്യയും കെട്ടിയൊരുക്കി ക്ലബിലും പാർട്ടിക്കും ഒന്നും പോകുന്നില്ലായിരിക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട്. ആ, മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് ഒരിക്കൽ എന്റെ മോൾ അറിയും, അല്ലേ ലക്ഷ്മി? മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. സഞ്ജീവിന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് പോകൂലേ. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവളുമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന് നടക്കില്ല മമ്മി. എന്റെ ശരീരത്ത് ഓടുന്നതേ DGP രാജശേഖരൻ നായരുടെ ബ്ലഡാ. ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെന്ത് കുന്തുവാ? അവളുമാരിന്ന് സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട്